വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനം. നമുക്കറിയാം, നേരത്തെ മാധ്യമങ്ങളുമായി വളരെ കൂടുതലായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സമാനമായി തന്നെയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. മന്ത്രിസഭായോഗം പൂർത്തിയായി കഴിഞ്ഞു. പൂർണ്ണ മന്ത്രിസഭായോഗം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പുറത്ത് വലിയ മഴയാണ്. വലിയ മഴയത്തും ആവേശത്തോടെ പ്രവർത്തകർ അങ്ങനെ ഈ ചടങ്ങ്, ഈ ദിവസം ആഘോഷിക്കുകയാണ്. എന്താണ് പുറത്തെ കാഴ്ചകൾ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, പുറത്തെ മഴയ്ക്ക് ഒരു അല്പം ശമനം വന്നിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ അവസാനിക്കുന്നു. പക്ഷേ ഈ ആവേശ കാഴ്ചകൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. വലിയ രീതിയിലേക്ക് പ്രവർത്തകരെത്തി. രാവിലെ മുതൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ആ ഒരു ആവേശ കാഴ്ചകൾ തന്നെയാണ് എപ്പോഴും ഉള്ളത്. പൂർണ്ണമായും പ്രവർത്തകർ ഇവിടെ നിന്ന് പോയിട്ടില്ല. അപ്പുറത്തേക്കെല്ലാം തന്നെ നോക്കുമ്പോൾ അവരെല്ലാവരും ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ്. പല ഭാഗങ്ങളിലായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ചിലർ പോയിരിക്കുന്നു. പക്ഷേ എവിടെയും ഒരു ആവേശത്തോടെ പറയുന്നൊരു കാര്യം, വർഷങ്ങൾക്കു ശേഷം 10 വർഷങ്ങൾക്കു ശേഷം UDF തിരിച്ചു വന്നിരിക്കുന്നു, അധികാരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നൊരു സന്തോഷമാണ് പ്രവർത്തകർ പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നോർത്ത് ഗേറ്റിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും പലരും തന്നെ ഇവിടെ പിരിഞ്ഞ് പോകാതെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട്. നിങ്ങൾ എവിടെ നിന്നാണ് തിരിയുന്നത്? തലശ്ശേരി ചടങ്ങിന് വേണ്ടി വന്നത്. ആവേശത്തോട് ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് തിരിച്ചു അതിനു വേണ്ടി മാത്രം വന്നതാണ്. ഏതായാലും അതിനുവേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നതാണ്. ചേട്ടൻ എവിടുന്ന? നാദാപുരം, കാലിക്കറ്റ്. ഇത് സതീഷ് സാറിന് കാണാൻ വേണ്ടി വന്നാണ്ട് അവരെ കുറിച്ച് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഹൈക്കമാൻഡ് ഒരു കത്ത് പാടാ ബഹുവന്യരായ ഇന്ത്യൻ ഹൈക്കമാൻഡ് അറിഞ്ഞിടാൻ ബഹുമാനപൂർവം ചൊല്ലിടുന്ന വാക്കു കേൾക്കണേ. മലയാള മണ്ണിതിൻ മനസ്സ് കണ്ടറിയണേ. മധുരം നിറഞ്ഞ വിജയം വന്ന പാതയോർക്കണേ, ആ പാതയോർക്കണേ. എന്തോ നിനാണി പോര് പേര് മോശമാകുമേ, ഗ്രാഫ് ഇടിയുമേ. വി.ഡി. സതീശൻ എന്ന നിഷ്കളങ്ക സ്നേഹമേ, സർവഗുണങ്ങളുള്ളവരെ CM ആക്കണേ. പാട്ടൊക്കെ വന്നു, CM അദ്ദേഹം ആവുകയും ചെയ്ത്. രഞ്ജിത്ത്, ഏതായാലും ആ ഒരു സന്തോഷം അവരിലെല്ലാം ഉണ്ട്. അദ്ദേഹം ഹൈക്കമാൻഡിനെതിരെ കത്താണ് അദ്ദേഹം വായിച്ചത്. എവിടുന്നാ വരുന്നത്? ഞാൻ മലപ്പുറം മഞ്ചേരി. ഇന്നലെ എത്തിയോ അതോ? ഇന്ന് രാവിലെ എത്തി. ഇന്ന് രാത്രി ട്രെയിൻ പുറപ്പെട്ട് സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി മാത്രം ഒറ്റയ്ക്ക് ട്രെയിനിൽ വന്നതാണ്. ആവേശത്തോടെയാണ് പ്രവർത്തകനായിട്ട് തുടരുന്നത്. UDF പ്രവർത്തകനായിട്ട് തുടരുകയാണോ അതോ UDF മുസ്ലിം ലീഗിന്റെ ആളാണ്. നമ്മളെ മഞ്ചേരി മണ്ഡല ഭിന്നശേഷിക്കാർ DAPയുടെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന ഉണ്ട്. ഭിന്നശേഷിക്കാരെ ഡിഫറന്റ് ഏബിൾ പീപ്പിൾസ് ലീഗിന്റെ മഞ്ചേരി ട്രഷറും കൂടിയാണ്. ഇന്ന് അഭിമാന ദിവസമാണ്. സന്തോഷം മാത്രം, അഭിമാന ദിവസം കൂടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന് ഇപ്പൊ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പ്രഖ്യാപിക്കുമെന്നാ പറഞ്ഞ. വലിയ പ്രതീക്ഷയോടെ നല്ലൊരു വലിയ പ്രതീക്ഷയാണ്. രഞ്ജിത്തെ, അതാണ് അവിടുത്തെ കാഴ്ചകൾ. ഏറെ ആവേശത്തോടെ പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.